ട്രേഡേഴ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ എൻ.എസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഇത്രകാലം വ്യാഴാഴ്ച ദിവസങ്ങളിൽ നടന്നിരുന്ന ബാങ്ക് നിഫ്റ്റി എക്സ്പയറി എന്ന് പറയുന്നത് ഇനി മുതൽ വെള്ളിയാഴ്ച ആയിരിക്കും നടക്കുക. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അടുത്ത മാസം ജൂലൈ 7-ാം തീയതി മുതലായിരിക്കും ഇത്തരത്തിൽ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി വെള്ളിയാഴ്ച ആരംഭിക്കുക. അപ്പം നമ്മൾ മുന്നിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആഴ്ചയിൽ 4 എക്സ്പയറിയാണ് ഇത്തരത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ ചൊവ്വാഴ്ച നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഫിൻ നിഫ്റ്റി എക്സ്പയറി കിട്ടുന്നതാണ്. ബുധനാഴ്ച നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പിന്റെ എക്സ്പയറി കിട്ടും. വ്യാഴാഴ്ച ദിവസങ്ങളിൽ എന്നത്തെയും പോലെ തന്നെ നിഫ്റ്റിയുടെ എക്സ്പയറി ഉണ്ടായിരിക്കും. അതുപോലെ വെള്ളിയാഴ്ച ബാങ്ക് നിഫ്റ്റി എക്സ്പയറിയും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ എൻ.എസ് ഈ പറയുന്ന ബാങ്ക് നിഫ്റ്റി എക്സ്പയറി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയത്? ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്, ദോഷങ്ങൾ എന്തെല്ലാമാണ്, ട്രേഡേഴ്സിനെ ഇത് എങ്ങനെ എഫക്ട് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ്. ഞാൻ അമലക്ഷയ്. നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്തിനാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ നടന്നിരുന്ന ബാങ്ക് നിഫ്റ്റി എക്സ്പയറി എൻ.എസ് ഇത്തരത്തിൽ വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയതെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ എൻ.എസ് ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ അവരുടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണ് അവരെ വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ BSE തങ്ങളുടെ സെൻസെക്സിലും ഇത്തരത്തിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നടപ്പിലാക്കണമെന്ന് വെച്ച് അതിന് വേണ്ടിയിട്ട് അവർ എല്ലാ വെള്ളിയാഴ്ചയും ഇത്തരത്തിൽ എക്സ്പയറിയും കൊണ്ടുവച്ചു. അങ്ങനെ നോക്കിയ സമയത്ത് പല ആൾക്കാരും എൻ.എസ് ഇത്തരത്തിൽ വ്യാഴാഴ്ചകളിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും മാറി മാറി ട്രേഡ് ചെയ്തിരുന്ന ആൾക്കാർ പിന്നീട് ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച പോയിട്ട് ഇത്തരത്തിൽ സെൻസെക്സിൽ ട്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് സെൻസെക്സ് വളർന്നു വരുന്നത് കണ്ടിട്ടാണ് ഇത്തരത്തിൽ എൻ.എസ് അതിന് തടയിടാനായിട്ട് തങ്ങളുടെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന ബാങ്ക് നിഫ്റ്റി എക്സ്പയറി എടുത്തിട്ട് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ ട്രേഡ് ചെയ്തിരുന്ന ആളുകൾ പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഇത്തരത്തിൽ സെൻസെക്സിലേക്ക് പോയി ട്രേഡ് ചെയ്യുന്നത് തടയാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അപ്പൊ ഇനി മുന്നിലേക്ക് എൻ.എസ് പ്രതീക്ഷിക്കുന്നത് വ്യാഴാഴ്ചകളിൽ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ പിന്നീട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സെൻസെക്സിലേക്ക് പോകാതെ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്തുകൊണ്ട് എൻ.ഐ.സിയിൽ തന്നെ നിൽക്കുമെന്നാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസിലേക്കും ഡിസ്അഡ്വാൻറ്റേജസിലേക്കും കടക്കാവുന്നതാണ്. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാകുന്നത് നമ്മുടെ എൻ.എസ്.സിക്ക് തന്നെയാണ്. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വ്യാഴാഴ്ച ദിവസമാണ് ഇപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എക്സ്പയറി നടക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഇത്തരത്തിൽ വ്യാഴാഴ്ച ദിവസം നിഫ്റ്റിയിൽ ഒരു 5 ലക്ഷം പേരാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് കരുതുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഇത്തരത്തിൽ 5 ലക്ഷം പേര് ട്രേഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരാഴ്ച ഇത്തരത്തിൽ എൻ.എസ്.സിയിൽ ഇതിൽ രണ്ടിൽ മാത്രമായിട്ട് നടന്ന ട്രേഡിംഗ് വോളിയം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം പേരുടെയാണ് അല്ലെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതേ സിനാരിയോ തന്നെ എക്സ്പയറി 2 ദിവസം ആവുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈ ആദ്യത്തെ ദിവസം ട്രേഡ് ചെയ്ത ആ ഒരു 10 ലക്ഷം പേരും ഒരുമിച്ച് തന്നെ ഇത്തരത്തിൽ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നതായിരിക്കും. അതേ 10 ലക്ഷം പേര് ഇപ്പുറത്തേക്ക് വന്നിട്ട് വെള്ളിയാഴ്ച ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2 ആഴ്ച നടക്കേണ്ട ട്രേഡിംഗ് വോളിയമാണ് ഇത്തരത്തിൽ ഒരാഴ്ച കൊണ്ട് എൻ.എസ്.സിക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ 7,300 കോടി രൂപയായിരുന്നു എൻ.എസ്.സി റവന്യൂ ആയിട്ട് നേടിയിരുന്നത്. എന്നാൽ അടുത്ത വർഷം ഇത് ഇരട്ടിയാവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഓപ്ഷൻ സെല്ലേഴ്സിന് തന്നെയാണ്. കാരണം ഇത്രയും നാള് ബാങ്ക് നിഫ്റ്റിയിലും ഒരേ ദിവസം എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഒരു ട്രേഡറിന് ഒരിക്കലും ഈ പറയുന്ന 2 ഇൻഡെക്സിലും ഒരേ സമയം ട്രേഡ് ചെയ്യാൻ സാധിക്കുകയില്ലായിരുന്നു. ഇതുകൊണ്ട് തന്നെ അധികം റിട്ടേൺ ജനറേറ്റ് ചെയ്യാനും സാധിക്കുകയില്ലായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ നിഫ്റ്റിയിൽ വ്യാഴാഴ്ചയും ബാങ്ക് നിഫ്റ്റിയിൽ വെള്ളിയാഴ്ചയും എക്സ്പയറി വന്നതുകൊണ്ട് തന്നെ ഈ 2 ദിവസങ്ങളിലും ട്രേഡ് ചെയ്തുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ ഓപ്ഷൻ സെല്ലേഴ്സിന് സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ഇവിടെ എനിക്ക് എടുത്തു പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ അടുത്ത മാസം മുതൽ ഇത്തരത്തിൽ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി വ്യാഴാഴ്ചയിൽ നിന്ന് വെള്ളിയാഴ്ച ആകുന്നതോടുകൂടി തന്നെ ഇത്തരത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ലോട്ട് സൈസ്, അതായത് 25 പറയുന്ന ആ ഒരു ലോട്ട് സൈസ് 15 ആയിട്ട് കുറയുന്നതാണ്. ഇനി ഡിസ്അഡ്വാൻറ്റേജസിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര കാലം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പഴയ ബാക്ക് ടെസ്റ്റ് ഡേറ്റ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി മുന്നിലേക്ക് എക്സ്പയറി ദിവസം മാറുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിന്റെ മുഴുവൻ സ്ട്രക്ചറും മാറുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്ര കാലം ഉപയോഗിച്ചിരുന്ന ആ ഒരു ബാക്ക് ടെസ്റ്റ് ചെയ്ത ഡേറ്റ അവർക്ക് ഇനി ഉപയോഗിക്കാൻ സാധിച്ചേക്കില്ല. അതിന് പകരമായി പുതിയ ഡേറ്റകൾ കണ്ടെത്താനും അവർ ശ്രമിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മാർക്കറ്റിന്റെ സ്ട്രക്ചർ മാറുമെന്ന്. കാരണം ഇത്രയും ദിവസം നമുക്കറിയാം വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാർക്കറ്റ് വോളറ്റൈൽ ആയിരിക്കുമെന്ന്. അത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിൽ എക്സ്പയറി വ്യാഴാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെയാണ്. എന്നാൽ മുന്നിലേക്ക് ഇനി എന്താവും നമുക്കറിയില്ല. കാരണം നിഫ്റ്റിയിൽ വ്യാഴാഴ്ച എക്സ്പയറി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ വോളറ്റൈലിറ്റി ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും ഇത്തരത്തിൽ വോളറ്റൈലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇനി അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഇത്ര കാലം മാർക്കറ്റിൽ നല്ലതുപോലെ ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാനുള്ള നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നാലും മാർക്കറ്റിൽ നഷ്ടം മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വീണ്ടും നഷ്ടം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ നഷ്ടം ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് എൻ.എസ്.സി ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ എൻ.എസ്.സിയുടെ ഈ ഒരു തീരുമാനം ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ളത് നമ്മളെ പോലെയുള്ള ഓപ്ഷൻ സെല്ലേഴ്സിനാണ്. അതായത് നമുക്കറിയാം ആഴ്ചയിൽ ഇപ്പം 4 എക്സ്പയറി ആണുള്ളത് അല്ലേ. അതായത് ചൊവ്വാഴ്ചയാണെങ്കിൽ നിങ്ങൾക്ക് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇനി ബുധനാഴ്ചയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പിന്റെ ഇത്തരത്തിലൊരു എക്സ്പയറി ഉണ്ട്. എന്നാൽ നിങ്ങളതിൽ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ ലിക്വിഡിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ
അവിടെ ട്രേഡ് ചെയ്യുന്ന അത്ര സേഫ് ആണെന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ വ്യാഴാഴ്ച നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ട്രേഡ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെയും ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇനി മുതൽ വെള്ളിയാഴ്ചയിൽ ബാങ്ക് നിഫ്റ്റിയിലും ഇത്തരത്തിൽ എക്സ്പയറി ഉള്ളത് കൊണ്ട് അവിടെയും ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ആഴ്ചയിൽ 3-4 എക്സ്പയറി ഉള്ളത് കൊണ്ട് തന്നെ ഓപ്ഷൻ സെല്ലേഴ്സിന് വളരെ കുറഞ്ഞ പ്രോഫിറ്റ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോലും വളരെ സേഫ് ആയിട്ട് ആഴ്ചയിൽ ഒരു 2% വരെ റിട്ടേൺ എല്ലാം തന്നെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിൽ നല്ലതുപോലെ ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ അറിയാവുന്ന ആളുകൾക്ക് വീണ്ടും കൂടുതൽ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു അവസരവും, അതുപോലെ തന്നെ മാർക്കറ്റിൽ കൂടുതൽ പൈസ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാർക്ക് വീണ്ടും പൈസ നഷ്ടപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ് എൻ.എസ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പം നമുക്കറിയാം എൻ.എസ് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ കമ്പനിയാണ്. അവർക്ക് അവരുടെ ട്രേഡിംഗ് വോളിയവും യൂസേഴ്സിനെയും കൂട്ടിയിട്ട് ഇത്തരത്തിൽ ലാഭം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എക്സ്പയറി ഉണ്ടെന്ന് കണ്ടിട്ട് നിങ്ങൾ കണ്ണും പൂട്ടി പോയി ട്രേഡ് ചെയ്യരുത്. നേരെ മറിച്ചുകൊണ്ട് നിങ്ങളുടേതായ പദ്ധതികളിലൂടെയും പ്ലാനിങ്ങിലൂടെയും നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുമെന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തിക്കൊണ്ട് വളരെ സേഫ് ആയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോ കാണും വരേക്കും